ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും ക്രിയേറ്റീവ് ന്യൂവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലത്തെ ഒരു ഫ്രീ എനർജി എയർ പമ്പാണ്. നമുക്ക് വൈദ്യുതിയുടെ ഒന്നും ആവശ്യമില്ലാണ്ട് ഫ്രീ ആയിട്ട് റൺ ചെയ്യുന്ന ഈ ഒരു എയർ പമ്പാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ലാഗടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ആദ്യമായിട്ട് നമുക്ക് ഒരു എയർ പമ്പ് ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമുള്ള ഇതേപോലെ 2 കാലി കുപ്പിയാണ്. അപ്പോൾ നമ്മൾ ഈ കുപ്പി മാറ്റി വെച്ച ശേഷം ഇതിൻ്റെ അടപ്പെടുത്തിട്ട് ഓരോ അടപ്പിലും 2 ഹോളുകൾ നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സോൾഡറിംഗ് ആൻഡ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ ഹോൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ അടപ്പിലും 2 ഹോൾ ഇതാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ 2 അടപ്പിലും 2 ഹോൾ ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഈ ഉരുകി പൊങ്ങി വന്നിരിക്കുന്ന ഈ ഭാഗം ഒന്ന് ചെത്തി ആ ഒരു ഭാഗം ഒന്ന് ലെവലാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഭാഗവും ഇതേപോലെ ബ്ലേഡ് ഒരു ചെത്തി കറക്റ്റ് ആ പൊങ്ങിയുന്ന ഭാഗമൊക്കെ ചെത്തി ലെവലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത്, നമ്മൾ നേരത്തെ ഈ ഹോൾഡ് എടുത്ത് ഈ ഒരു അടപ്പ് നമ്മുടെ ഈ ഒരു കുപ്പിയിലേക്ക് ഇട്ട ശേഷം നമുക്ക് ഇതേപോലെ ഒരു എയർ ഹോസ്, ഇത് നമ്മൾ അക്വേറിയം എയർ പമ്പിൽ ഉപയോഗിക്കുന്ന എയർ ഹോസ് ആണ്. നിങ്ങൾക്ക് അക്വേറിയം ഷോപ്പിൽ മേടിക്കാൻ കിട്ടും. അപ്പൊ ഈ ഒരു എയർ ഹോസ് നമ്മൾ ഈ ഒരു ഹോളിൽ കൂടി കടത്തി നമ്മുടെ ഈ ഒരു കുപ്പിയുടെ താഴ്ഭാഗം വരെ ഇങ്ങനെ എത്തിക്കണം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോ ഈ ഒരു ഹോസ് നമ്മൾ കറക്റ്റ് ഈ കുപ്പിയുടെ താഴ്ഭാഗം വരെ ഇങ്ങനെ എട്ടുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു അടപ്പിൽ കൂടി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇതിന്റെ രണ്ടാമത്തെ ഈ ഭാഗം നമ്മുടെ രണ്ടാമത്തെ അടപ്പിൽ ഒരു ഹോളിലേക്കായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഇത് താഴേക്ക് ഇറക്കുമൊന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. ജസ്റ്റ് ആ അറ്റത്തൊന്ന് മുട്ടിച്ച് വെച്ചാൽ മതി. ഇനി നമുക്ക് ഈ ഒരു നമ്മുടെ ഈ 2 ഹോസും കൂടി ഒന്ന് ജസ്റ്റ് നമ്മുടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മളിപ്പോ ഈ 2 ഹോസും തമ്മിൽ നന്നായിട്ട് ഗ്ലൂ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് ഇതേപോലെ ഒരു നീളമുള്ള ഒരു എയർ ഹോസ് എടുത്തിട്ട് നമ്മൾ നേരത്തെ വെച്ചിരുന്ന ഈ ഒരു അടപ്പിലേക്ക് അടുത്ത ഹോളിലേക്കായിട്ട് ഇതിങ്ങനെ വെച്ചു കൊടുക്കുക. ഇതും നമുക്ക് ജസ്റ്റ് ഇതേപോലെ തന്നെ ഈ ഭാഗത്ത് മുട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് നന്നായിട്ട് ഗ്ലൂ ചെയ്തെടുക്കാം. പിന്നെ ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇതേപോലെ ഒരു കുഞ്ഞു ഹോസിന്റെ കഷ്ണം എടുത്ത ശേഷം നമ്മുടെ രണ്ടാമത്തെ അടപ്പിലേക്ക് ഇതേപോലെ നിറക്കി വെച്ചു കൊടുക്കുക. ഇതും നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ നന്നായിട്ട് തന്നെ ഗ്ലൂ ചെയ്തെടുക്കുക. എയർ ടൈറ്റ് ആയിട്ട് നന്നായിട്ട് ഇരിക്കണം. അതിനാണ് നമ്മൾ ഹോട്ട് ഗ്ലൂ തന്നെ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു പൈപ്പിന്റെ കണക്ഷൻ എല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ആ ഒരു കുപ്പിയിലേക്ക് ഇറക്കാൻ വെച്ച ഒരു പോർഷനാണ്. ഈ ഒരു അടപ്പിന്റെ ആ ഒരു നമ്മളെ ഇതിന്റെ തന്നെ കണ്ടിന്യൂ ആയിട്ട് വരുന്ന ഭാഗം ഈ അടപ്പിലേക്ക് കണക്ട് ചെയ്തു. ഇനി ഈ അടപ്പില് രണ്ടാമത്തെ ഭാഗം, ഇതാണ് നമ്മുടെ എയർ ഔട്ട് വരാനുള്ളത്. അപ്പൊ നമ്മൾ ഇതിന് അറ്റത്തൊരു എയർ പമ്പിലൊക്കെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റോൺ കൂടി കണക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ ചെറിയൊരു പൈപ്പ് കണക്ട് ചെയ്ത് ഫ്രീ ആക്കി വിടുക. അപ്പോൾ ഗൈസ്, നമ്മുടെ എയർ പമ്പിന്റെ ഏകദേശം ഒരു കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് കാണുന്ന പോലെ ഞാനിപ്പോ നമ്മുടെ ആ ഒരു ആദ്യത്തെ കുപ്പിയിൽ ഇത്തിരി വെള്ളം നിറച്ചിട്ടുണ്ട്. വെള്ളം നിറച്ച കുപ്പി നമ്മൾ ഇത്തിരി ഹൈറ്റിൽ വേണം വെക്കാനായിട്ട്. ഇനി ആ ഒരു തൊട്ട് താഴെയായിട്ടാണ് നമ്മൾ നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ആ ഒരു കുപ്പി വെച്ചേക്കുന്നത്. ഇനി ഈ കുപ്പീന്റെ ഔട്ട് വരുന്ന ഹോസ്, ഈ ഹോസ് വേണം നമുക്ക് നമ്മുടെ അക്വേറിയത്തിലേക്ക് ഇടാൻ. അപ്പൊ ഞാനത് ആ ഒരു ഹോസ് നമ്മുടെ മിനി അക്വേറിയത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ആവാനായിട്ട് നമ്മുടെ ഈ ഒരു ഫ്രീ ആയിട്ട് എടുക്കുന്ന ഈ ഒരു ഹോസ് ജസ്റ്റ് ഒന്ന് ഊതി കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ നമ്മുടെ ഒരു എയറേറ്റർ വെച്ച് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുക. കാരണം ഫസ്റ്റ് ടൈം മാത്രം അങ്ങനെ ചെയ്താൽ മതി. പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രോസസ്സ് നടക്കും. നമ്മുടെ ഒരു നമ്മുടെ ഒരു എയർ പമ്പ് കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നത് ഗ്രാവിറ്റി ഫോഴ്സിലാണ്. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ഈ ഒരു പമ്പ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പൊ നമ്മുടെ പമ്പ് ഇതാ വർക്കിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, നമുക്ക് അവിടെ എയർ വരുന്ന കാണാം. അപ്പൊ നമ്മുടെ ഒരു പമ്പിൽ കിടക്കുന്ന വർക്ക് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു കുപ്പിയിൽ നമ്മളിപ്പോ ഇവിടെ ഒന്ന് ഊതി കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ എയറേറ്റർ വെച്ച് ഒന്ന് നമ്മളിങ്ങനെ ടച്ച് ചെയ്തിടുമ്പോഴത്തേക്ക് ആ ഒരു പ്രഷറിൽ നമ്മുടെ വെള്ളം ഇതുവഴി വന്ന് ഈ ബോട്ടിലേക്ക് വീഴും. നമ്മുടെ പിന്നീട് അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. നമ്മുടെ ഗ്രാവിറ്റി ഫോഴ്സ് കാരണം പിന്നീട് ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ്ലി നടക്കും. അപ്പോൾ നമുക്ക് പിന്നെ വേണ്ടത്
ഈ ഒരു നമ്മുടെ ഒരു കുപ്പിയിലേക്ക് ഈ വെള്ളം വന്ന് വീഴുമ്പോൾ കുപ്പിയുടെ ഉള്ളിലുള്ള എയർ പുറത്തേക്ക് പോകും. ആ എയറാണ് നമുക്കിവിടെ ഈ ഒരു അക്വേറിയത്തിൽ കിട്ടുന്നത്. പിന്നെ ഈ ഒരു നമ്മുടെ ഈ ഒരു ഫ്രീ എനർജി എയർ പമ്പിന്റെ മെയിൻ പോരായ്മ എന്ന് പറയുന്നത് നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കുപ്പിയുടെ വലിപ്പം കൂട്ടിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ടൈം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എന്നാൽ പോലും നിങ്ങൾക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. കാരണം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതിലെ വെള്ളം തീരുമ്പോൾ ആ കുപ്പി രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ടി വരും. വെള്ളം നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല, പക്ഷെ കുപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വരും. സെയിം വാട്ടർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പക്ഷെ കുപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഒരു എയർ പമ്പിന്റെ ഈ ഒരു ഫ്രീ എനർജി എയർ പമ്പിന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇതിന്റെ പ്രവർത്തനമൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ആയി വീണ്ടും കാണാനുള്ള പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഔട്ട് ഫ്രം ക്രിയേറ്റീവ് ന്യൂൺ.